മലയാളം ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ശ്രീതു റസ്മിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശ്രീതു ചോദിക്കുന്നത് റസ്മിനോട്, നീ എന്നെ ഒരു ഗെയിമറായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്കൊക്കെ ഓക്കെ, അതിനപ്പുറത്ത് നീ എന്നെ ഒരു ഗെയിമറായിട്ട് കണ്ടിട്ടുണ്ടോ? സിജോ എന്നെ ഒരു ഗെയിമറായിട്ടല്ല ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, നിന്നൊരു ഗെയിമറായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെപ്പോലെ തന്നെയാണ് നിന്നെയും കണ്ടിട്ടുള്ളത്. നിന്നെ ഒരു ഗെയിമറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ എന്നെപ്പോലെ തന്നെയാണ് നിന്നെയും കണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, ഒരു ഗെയിമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിവിടെ പല ഗ്രൂപ്പുകളുടെയും കൂടെ പോയി ഒന്ന് ചർച്ചയ്ക്കൊന്നും ഞാൻ പോവാറില്ല, ഞാൻ എൻ്റെ രീതിയിലാണ് ഗെയിം കളിക്കാറുള്ളത്. അപ്പോൾ റസ്മിനും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, ഞാനും എൻ്റെ രീതിക്ക് തന്നെയാണ് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തല പുകച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ആ സ്പോട്ടിൽ എന്ത് തോന്നുന്നു അത് ചെയ്യുന്നു, അത് പ്രവർത്തിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനാണെങ്കിൽ അത് പുറത്ത് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ശ്രീതു ഒരുപാട് സങ്കടത്തിൽ തന്നെയാണുള്ളത്. ശ്രീതുവിനെ ബിഗ് ബോസ് വീട്ടിൽ ആരും ഒരു ഗെയിമറായിട്ട് കാണുന്നില്ല. അത് ശ്രീതു ചോദിക്കുന്നുണ്ട് റസ്മിനോട്, ഞാനൊരു ഗെയിമറല്ലേ ഈ ബിഗ് ബോസ് വീട്ടിൽ? എല്ലാവരും പറയുന്നുണ്ട് എന്നെ ഒരു ഗെയിമറായിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ഒരു ക്യൂട്ട്നെസ്സും ഇതും മാത്രമാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ഗെയിം കളിക്കാനല്ലേ എന്ന് റസ്മിനോട് ചോദിക്കുന്നുണ്ട്. റസ്മിൻ കുറേ നേരം മിണ്ടാണ്ടിരുന്നതിന് ശേഷം റസ്മിൻ പറയുന്നുണ്ട്, എല്ലാവരും നിന്നെ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. പല സ്ഥലത്തും നീ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കില്ല, പ്രതികരിക്കേണ്ട അവസ്ഥ വരുമ്പോഴും നീ പ്രതികരിക്കാതിരിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നതെന്നാണ് റസ്മിൻ ശ്രീധുവിനോട് പറയുന്നത്.